കടപ്പൂര് പബ്ലിക് ലൈബ്രറിയിൽ ഓണാഘോഷ പരിപാടി ഗ്രാമോത്സവം നടന്നു. സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ എസ് ഹരീഷ് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തിന്റെ ആവിർഭാവത്തിനു പിന്നിൽ വ്യത്യസ്തമായ കഥകളും ഐതിഹ്യങ്ങളും വാദപ്രതിവാദങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റിവെച്ച് ഇന്ന് നമുക്കെന്താണ് ഓണമെന്ന് ചിന്തിക്കുന്നതാണ് ഉചിതമെന്ന് എസ് ഹരീഷ് പറഞ്ഞു. ഓണത്തിനൊരു സാംസ്കാരിക മൂല്യമുണ്ട്. അത് നിലനിർത്തേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതുമാണ്. ഓണം കച്ചവടത്തിന്റെ ഉത്സവം കൂടിയാണ്. കച്ചവടത്തിലൂടെയാണ് പൊതുസ്ഥലങ്ങൾ ഉണ്ടായതും അതിലൂടെയാണ് മനുഷ്യ സംസ്കാരം വളർന്നതും കൈമാറ്റം ചെയ്യപ്പെട്ടതുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാമതായി ഓണത്തിന് ഇന്നൊരു സാംസ്കാരിക മൂല്യമുണ്ട്. കാരണം മുമ്പേ പറഞ്ഞു നമ്മുടെ ദേശീയ ആഘോഷമാണെന്ന് പറഞ്ഞു. അതിൽ കൂടെ രൂപപ്പെട്ടു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓണത്തോടനുബന്ധിച്ച് പൂക്കളമിടുന്നു, പുലി കളിക്കുന്നു, ഓണത്തല്ല്, ഒരുപാട് പരിപാടി, ഇതുപോലെയുള്ള കൂട്ടായ്മകൾ, സദ്യ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരു സാംസ്കാരിക മൂല്യമാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിവാദികളിൽ ഒരാളായ റിച്ചാർഡ് ഡോക്കിൻസ് ഒരു തവണ പറഞ്ഞിരുന്നു. അദ്ദേഹം ഈശോ ഉണ്ടെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് പള്ളിമണികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു കുളിർമ ഉള്ളിലുണ്ടാകും. കലാകായിക മത്സരങ്ങൾ നക്ഷത്ര ബാലവേദി പ്രസിഡന്റ് അൽഫോൻസ സിതോഷ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ നടത്തപ്പെട്ടു. ദേവിക ആർ നായർ ചടങ്ങിൽ സ്വാഗത നൃത്തം അവതരിപ്പിച്ചു. ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട കലാസന്ധ്യയിൽ നർത്തകരായ ശ്രീരഞ്ജിനി PS, ഡോക്ടർ ശ്രീരേഖ PS എന്നിവർ ഇരയിമ്മൻ തമ്പി മുതൽ മുരുകൻ കാട്ടാക്കട വരെയുള്ള കവികളുടെ കവിതകളുടെ നൃത്താവിഷ്കാരം നടത്തി. തുടർന്ന് പിന്നണി ഗായകൻ ഗോകുൽ P മാനാട്ട് നേതൃത്വം നൽകിയ ഭാവഗാനങ്ങളുടെ അവതരണം സംഗീത സാന്ദ്രം നടത്തപ്പെട്ടു. വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പുസ്തക റീൽസ് മത്സരങ്ങളുടെ വിജയികളായവർക്കും പുസ്തക വായന വിജയികൾക്കും കലാകായിക മത്സര വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് VK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി PD ജോർജ്, സാഹിത്യകാരൻ KB പ്രസന്നകുമാർ, കാണക്കാരി പഞ്ചായത്ത് അംഗങ്ങളായ അജയൻ കാപ്പിലോരം, സോണി ജോസഫ്, ലൈബ്രറി കൗൺസിൽ മീനച്ചൽ താലൂക്ക് സെക്രട്ടറി റോയ് ഫ്രാൻസിസ്, ബൈജു CS, ശശി കടപ്പൂര് തുടങ്ങിയവർ സംസാരിച്ചു. ലൈബ്രറി ഭാരവാഹികളായ ചിന്നു PS, പ്രസാദ് D, സ്മിത സനോജ്, ആര്യ M വിജയൻ, ദിവ്യ ആനന്ദ്, ബിന്ദു വിപിനചന്ദ്രൻ, ബിജു D മോഹൻ, അനിൽകുമാർ S, അശോകൻ കുമാർ B, KJ വിനോദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.